നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൂരം നക്ഷത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകളാണ് ഇന്ന് സംസാരിക്കുന്നത്. പൂരം നക്ഷത്രം പൊതുവെ പുരുഷന്മാർക്ക് അനുകൂലമായ നക്ഷത്രമായാണ് പറയുന്നത്. പൗരുഷവും ധീരതയും ചേർന്നു നിൽക്കുന്ന പ്രകൃതമാണ് പൂരം നക്ഷത്രക്കാർക്ക്. ആരോഗ്യവും ആകർഷണീയമായ ശരീരവും കൊണ്ട് അനുഗ്രഹീതരായിരിക്കും. പൊതുവെ ഗൗരവപ്രകൃതിക്കാരായിരിക്കും. ഹിതമായി സംസാരിക്കുന്നവരും ധൈര്യമുണ്ടെന്ന് ഭാവിച്ച് ഉള്ളിൽ പേടിയുള്ളവരും ആയിരിക്കാം. താല്പര്യമുള്ള വിഷയങ്ങളെ ചെറുപ്പം മുതലേ പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കും. സത്യസന്ധരും വിവേകികളുമായ ഇവർ ജീവിതത്തിൽ വിജയശ്രീലാളിതരായിരിക്കും. യജമാനപ്രീതി സമ്പാദിക്കാൻ കഴിയാത്തവരായതുകൊണ്ട് അടിക്കടി കാര്യവിഘ്നങ്ങളും പരാജയങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. അഭിമാനബോധവും സ്വാതന്ത്ര്യേച്ഛയുമാണ് ഇതിന് കാരണം. മൃഗരാജനായ സിംഹം പ്രതീകമായുള്ള ചിങ്ങം രാശിയിലാണ് പൂരം നക്ഷത്ര സ്ഥിതി. രാശാധിപനായ സൂര്യന്റെ തേജസ്സും നക്ഷത്രാധിപനായ ശുക്രന്റെ സൗന്ദര്യവും ആകർഷണീയതയും പ്രകടമായി കാണാം. സന്താനങ്ങളോട് അതിരറ്റ സ്നേഹവാത്സല്യവും മാതൃസഹജമായ മമതയും കാണിക്കും. തൻ്റെ കഴിവിനെ മറ്റുള്ളവർ അംഗീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാനും സ്വന്തം ആവശ്യങ്ങൾക്കും മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടാൻ ഇവർക്കാവില്ല. എതിരാളികളുടെ നീക്കങ്ങളെ നല്ലവണ്ണം വിലയിരുത്താനും തക്ക സമയത്ത് അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും കഴിയും. വയറുവേദന വന്ന് ശ്രദ്ധിക്കാതിരുന്നാൽ ഭാവിയിൽ ഗുരുതരമായ രോഗമായി മാറാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾക്ക് പിരീഡ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. പ്രണയിക്കുന്ന സമയത്ത് സൗമ്യമായ സ്വഭാവം പ്രകടിപ്പിക്കും. എന്നാൽ വിവാഹ നിശ്ചയത്തിന് ശേഷമോ വിവാഹശേഷമോ കോപം, ദേഷ്യം മുതലായ നൈസർഗിക സ്വഭാവം പ്രകടിപ്പിക്കാൻ തുടങ്ങും. ഇത് വിവാഹ ജീവിതത്തെ ദോഷമായി ബാധിക്കും. അതിനാൽ ദേഷ്യം, കോപം, പിടിവാശി, എടുത്തുചാട്ടം എന്നീ സ്വഭാവങ്ങളിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ ദാമ്പത്യ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ കഴിയൂ. മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിച്ച് വരുമാനം ഉണ്ടാക്കാൻ സമർത്ഥരായിരിക്കും. അതുപോലെ ജോലിയിൽ കൃത്യമായി ശമ്പളം ലഭിച്ചില്ലെങ്കിൽ പല ന്യായങ്ങൾ പറഞ്ഞ് ജോലി ഉപേക്ഷിക്കും. അതുപോലെ തൻ്റെ കീഴിൽ നന്നായി കഠിനാധ്വാനം ചെയ്യുന്ന തൊഴിലാളികൾക്കും കൃത്യമായി ശമ്പളം കൊടുക്കില്ല. കുടുംബവും സ്വത്തും ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്യുന്നത് നല്ലതാണ്. ജീവിതത്തിൽ നടക്കാനിരിക്കുന്ന സംഭവങ്ങളെ സങ്കല്പിക്കുകയും അതിലൂടെ വിഷമമോ പരാജയമോ സംഭവിക്കുകയും ചെയ്യും. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ സമർത്ഥരാണെങ്കിലും അവരവരുടെ കുറ്റങ്ങളെയും കുറവുകളെയും അംഗീകരിക്കില്ല. ഷെയർ മാർക്കറ്റ്, ലോട്ടറി തുടങ്ങിയ പെട്ടെന്നുള്ള ധനസമ്പാദനത്തിൽ താല്പര്യമുണ്ടാകും. എന്നാൽ അതുകൊണ്ട് ഉപകാരം ഉണ്ടാകില്ല. വീടിന് വാസ്തു സംബന്ധമായ ദോഷം ഉണ്ടാകാം. അതുമൂലം വീട് വിട്ട് നിൽക്കേണ്ടി വരാം. അച്ഛൻ്റെയോ അച്ചാച്ചൻ്റെയോ കുടുംബത്തിൽ 2 കല്യാണം കഴിച്ചവരോ ബന്ധമുള്ളവരോ ഉണ്ടാകാം. ശരീരത്തിലെ ഏതെങ്കിലും അവയവങ്ങൾക്ക് ഓപ്പറേഷൻ നടത്തേണ്ടി വരും. ശത്രുക്കളെയും മിത്രങ്ങളെയും തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചില്ലെങ്കിൽ ദുരനുഭവങ്ങൾ നേരിടേണ്ടി വരും. വീട് വളരെ ഭംഗിയായും അലങ്കരിച്ചും വയ്ക്കാൻ താല്പര്യമുള്ളവരായിരിക്കും. എന്നാൽ വീട്ടിൽ വൈദ്യുതി സംബന്ധമായ ചില പ്രശ്നങ്ങളും അനുഭവിക്കും. അതുപോലെ ദേഹശുദ്ധിക്കും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു. അച്ഛൻ്റെ രോഗങ്ങൾ മൂലം പ്രയാസം അനുഭവിക്കേണ്ടി വരും. സ്വന്തം കാര്യങ്ങൾക്ക് അമിതമായി പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു. ഉഷ്ണപ്രകൃതമായ ശരീരം ആയിരിക്കും. മിക്കവരുടെയും കണ്ണ് ചുവന്നിരിക്കുന്നതായി കാണാറുണ്ട്. കയറ്റുമതി ഇറക്കുമതി വ്യാപാരം, നാടകം, സിനിമ, അഭിനയം, ഉയർന്ന ഉദ്യോഗം, ആഭരണങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, കായിക രംഗം, ഒപ്റ്റിക്കൽസ്, കണ്ണാടി വ്യവസായം, തുകൽ വ്യവസായം, സർജൻ, ഗൈനക്കോളജിസ്റ്റ്, ഹോട്ടൽ എന്നീ മേഖലകളിൽ ജോലി ചെയ്യുന്നത് നല്ലതാണ്. ഹൃദയം, ഞരമ്പ്, കൊഴിനഖം, ഗർഭാശയം, നട്ടെല്ല് സംബന്ധിച്ച രോഗങ്ങൾ,
രക്തദൂഷ്യം, കാൽവേദന, വന്ധ്യത എന്നിവ ഇവർ അനുഭവിക്കുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളാണ്. നമസ്കാരം.